ഒന്നാലോചിച്ചു നോക്കൂ, 100 വർഷത്തിലും പഴയൊരു നിയമക്കേസ്. അതിന് നമ്മുടെ ഇന്നത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് എന്തെങ്കിലും പ്രസക്തിയുണ്ടാവുമോ? തീർച്ചയായും ഉണ്ടാവൂ. അതാണ് ഷെഫീൽഡ് കോർപ്പറേഷൻ വേഴ്സസ് ബാർക്ലേ എന്ന ഈ കേസ് നമ്മളെ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോ ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ഒരു കുറ്റകൃത്യം നടന്നു, പക്ഷെ അതിലുൾപ്പെട്ട എല്ലാവരും നിരപരാധികളാണെങ്കിലോ? എല്ലാവരും നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിച്ചത്. അങ്ങനെ വരുമ്പോൾ ആ പണത്തിന്റെ നഷ്ടം അതാര് സഹിക്കണം? വാ, നമുക്കിതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. അപ്പോ ഈ കഥ തുടങ്ങുന്നത് ഒരൊറ്റ ഒപ്പിൽ നിന്നാണ്. ഒറ്റ നോട്ടത്തിൽ തികച്ചും നിയമപരമെന്ന് തോന്നുന്നൊരു രേഖ. പക്ഷേ അത് തുടക്കമിട്ടത് 6 വർഷം നീണ്ടുനിന്ന ഒരു വലിയ സംഭവ പരമ്പരകൾക്കാണ്. അവസാനം അതൊരു വലിയ നിയമയുദ്ധത്തിൽ ചെന്ന് അവസാനിച്ചു. സംഭവിച്ചത് ഇതാണ്. വർഷം 1893. ഒരു വ്യാജ ഒപ്പോടെയാണ് എല്ലാത്തിനും തുടക്കമാവുന്നത്. ടിംബ്രൽ എന്നൊരാൾ ഹോൺവിൽ എന്ന തന്റെ സഹട്രസ്റ്റിയുടെ ഒപ്പ് വ്യാജമായിട്ട് ഒരു സ്റ്റോക്ക് ട്രാൻസ്ഫർ രേഖ ബാങ്കിന് കൊടുക്കുന്നു. ബാങ്ക് എന്തു ചെയ്തു? അവരത് കണ്ണുമടച്ചു വിശ്വസിച്ചു. എന്നിട്ടത് രജിസ്റ്റർ ചെയ്യാൻ ഷെഫീൽഡ് കോർപ്പറേഷനോട് ആവശ്യപ്പെട്ടു. പിന്നെ നടന്നതെന്താണെന്നറിയാമോ? അടുത്ത 6 വർഷത്തേക്ക് ആർക്കും ഒരു സംശയവുമില്ല. ഈ സ്റ്റോക്കുകൾ പലരുടെ കൈകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞുപോയി. ഒടുവിൽ 1899 ആ തട്ടിപ്പ് നടത്തിയ ടിംബ്രൽ മരിച്ചതിന് ശേഷമാണ് ഈ കള്ളത്തരം ലോകമറിയുന്നത്. അപ്പോ ഈ കളത്തിൽ ആരൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. 4 പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ കേസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, സ്റ്റോക്കിന്റെ യഥാർത്ഥ ഉടമകളായ ടിംബ്രൽ ഹോണിവെലും. പിന്നെ ആ വ്യാജരേഖ കണ്ട് കബളിപ്പിക്കപ്പെട്ട ബാർക്ലേ ബാങ്ക്. മൂന്നാമതായി, ബാങ്ക് പറഞ്ഞത് കേട്ട് നടപടിയെടുത്ത ഷെഫീൽഡ് കോർപ്പറേഷൻ. പിന്നെ അവസാനം, ഇതൊന്നും അറിയാതെ ആ സ്റ്റോക്ക് വാങ്ങിയ കുറിയ പാവം സാധാരണക്കാരും. ഇതിലെ രസമെന്താണെന്ന് വച്ചാൽ, ഇവരെല്ലാവരും വിശ്വസിച്ചത് അവർ ചെയ്യുന്നത് ശരിയാണെന്നാണ്. അങ്ങനെ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ എന്തുണ്ടായി? യഥാർത്ഥ ഉടമയായ ഹോണിവിൽ നേരെ പോയി കോർപ്പറേഷനെതിരെ കേസ് കൊടുത്തു. കാരണം സിമ്പിളാണ്: എന്റെ അനുവാദമില്ലാതെ എന്റെ പേര് നിങ്ങൾക്കെങ്ങനെ രജിസ്റ്ററിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റി? കോടതിയിൽ കേസ് വന്നപ്പോൾ ഹോണിവിൽ ജയിച്ചു. ഇപ്പോൾ കോർപ്പറേഷന്റെ അവസ്ഥയോ? വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ട ഒരു ഗതികേടിലായി അവർ. അപ്പോ സ്വന്തം ഭാഗത്ത് ഒരു തെറ്റും ചെയ്യാതെ ഇത്രയും വലിയൊരു തുക നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്ന കോർപ്പറേഷൻ എന്തു ചെയ്തു? അവർ നേരെ പോയി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയ ബാങ്കിന്റെ നേരെ തിരിഞ്ഞു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അതായിരുന്നു കോടതിക്ക് മുന്നിലെത്തിയ ആ നിർണായകമായ ചോദ്യം. കോർപ്പറേഷന്റെ ഈ നഷ്ടം, ഇതിനാര് പണം നൽകണം? ശരിയാണ്, രജിസ്റ്ററിൽ മാറ്റം വരുത്തിയത് കോർപ്പറേഷനാണ്. പക്ഷെ അങ്ങനെ ചെയ്യാൻ അവരോട് ആവശ്യപ്പെട്ടത് ബാങ്കല്ലേ? രണ്ടുപേരും നല്ല ഉദ്ദേശത്തോടെയാണ് പ്രവർത്തിച്ചത്. അപ്പോൾ നിയമം ആരുടെ ഭാഗത്ത് നിൽക്കും? ആർക്കാണ് യഥാർത്ഥ ഉത്തരവാദിത്തം? ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഇത്രയും സങ്കീർണമായൊരു കേസില് അന്നത്തെ ഏറ്റവും വലിയ കോടതിയായ ഹൗസ് ഓഫ് ലോർഡ്സ് എങ്ങനെയാണ് ഒരു തീരുമാനത്തിലെത്തിയതെന്ന്. അവരുടെ ആ ഒരു ലോജിക് ഉണ്ടല്ലോ, അത് വളരെ രസകരമാണ്. കോടതിയുടെ വാദം കേട്ടാൽ വളരെ സിമ്പിളാണ്. അവർ പറഞ്ഞത് ഇതാണ്: ബാങ്കിന് ഒരു ചോയ്സ് ഉണ്ടായിരുന്നു. ഒരു ലോൺ കൊടുക്കണോ വേണ്ടയോ എന്ന് അവർക്ക് തീരുമാനിക്കാമായിരുന്നു. അതിനു മുൻപ് എത്ര വേണമെങ്കിലും അന്വേഷണങ്ങൾ നടത്താമായിരുന്നു. ലാഭത്തിനു വേണ്ടി ഒരു റിസ്ക് എടുക്കുകയായിരുന്നു ബാങ്ക്. പക്ഷേ കോർപ്പറേഷന്റെ കാര്യം അങ്ങനെയല്ല. അവർക്കൊരു നിയമപരമായ കടമയുണ്ട്. ശരിയാണെന്ന് തോന്നുന്നൊരു രേഖ കിട്ടിയാൽ അത് രജിസ്റ്റർ ചെയ്യണം. അതായത് ബാങ്ക് ലാഭത്തിനു വേണ്ടി റിസ്ക് എടുത്തപ്പോൾ കോർപ്പറേഷൻ അവരുടെ ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തത്. അന്നത്തെ ലോർഡ് ചാൻസലർ പറഞ്ഞത് ഇത്രയുള്ളൂ: കോർപ്പറേഷന്റെ ജോലി വെറുമൊരു ഔദ്യോഗിക നടപടി മാത്രമാണ്. അവർക്കൊരു രേഖ കിട്ടിയാൽ രജിസ്റ്റർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. പക്ഷേ ബാങ്കിന്റെ കാര്യം അങ്ങനെയല്ല. അവർക്ക് പണം കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. എത്ര വേണമെങ്കിലും അന്വേഷിക്കാം. സത്യത്തിൽ ബാങ്കിനൊരു ചെറിയ സംശയം തോന്നിയിരുന്നെങ്കിൽ ആ മറ്റേ ട്രസ്റ്റിയെ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു. ആ ഒരൊറ്റ ചോദ്യത്തിൽ ആ തട്ടിപ്പ് പൊളിഞ്ഞേനെ. പക്ഷേ കോർപ്പറേഷന് അങ്ങനെയൊരു സംവിധാനമേ ഇല്ല. മറ്റൊരു ജഡ്ജിയായ ലോർഡ് ഡേവി കാര്യങ്ങളൊന്നുകൂടി ക്ലിയറാക്കി. അദ്ദേഹം പറഞ്ഞത് ഒരു അടിസ്ഥാന നിയമതത്വമാണ്. അതായത്, നിങ്ങളൊരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ആ അഭ്യർത്ഥന കാരണം അയാൾക്കൊരു നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം നികത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. സിമ്പിൾ. എന്നെ വിശ്വസിച്ചിത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിലൊരു ഗ്യാരണ്ടി കൂടിയുണ്ട്. അപ്പോ അവസാനം വിധി വന്നു: നഷ്ടം ബാങ്ക് സഹിക്കണം. അതായത് ബാങ്ക് കോർപ്പറേഷനോട് ആ രേഖ രജിസ്റ്റർ ചെയ്യാൻ അഭ്യർത്ഥിച്ചപ്പോൾ അതൊരു വെറും അഭ്യർത്ഥനയായിരുന്നില്ല, അതൊരു ഉറപ്പായിരുന്നു. ഈ രേഖ ഒറിജിനലാണ്, നിങ്ങൾ ധൈര്യമായി നടപടിയെടുത്തോളൂ, ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് ബാങ്ക് പറയാതെ പറയുകയായിരുന്നു എന്നാണ് കോടതി വിലയിരുത്തിയത്. അപ്പോ ഈ വിധി ആ കേസിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഇത് നിയമലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ആശയത്തിന് അടിത്തറയിട്ടു.
അതാണ് ഇംപ്ലൈഡ് ഇൻഡെംനിറ്റി അല്ലെങ്കിൽ സൂചിതമായ നഷ്ടപരിഹാര ഉടമ്പടി എന്ന് പറയുന്നത്. ഈ ഇംപ്ലൈഡ് ഇൻഡെംനിറ്റി എന്ന് കേട്ട് പേടിക്കണ്ട. സംഭവം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ പറയുന്നു. നിങ്ങളുടെ വാക്ക് വിശ്വസിച്ച് അയാളത് ചെയ്യുന്നു. പക്ഷെ നിങ്ങളുടെ ആ അഭ്യർത്ഥന കാരണം അയാൾക്കൊരു നഷ്ടം പറ്റുന്നു. അങ്ങനെയെങ്കിൽ ആ നഷ്ടം നികത്താനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾ നഷ്ടം തരാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിലും നിയമം അനുസരിച്ച് നിങ്ങളത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് എംപ്ലൈഡ് ഇൻഡെംനിറ്റി. സത്യത്തിൽ ഇതൊരു പുതിയ കണ്ടുപിടുത്തമൊന്നുമല്ലായിരുന്നു. കോടതി പഴയൊരു നിയമതത്വം തന്നെ എടുത്തു പറഞ്ഞു. ഒരാളുടെ അഭ്യർത്ഥന പ്രകാരം മറ്റൊരാൾ ഒരു കാര്യം ചെയ്താൽ ആ ചെയ്തയാൾക്ക് അഭ്യർത്ഥിച്ചയാളിൽ നിന്ന് നഷ്ടപരിഹാരം കിട്ടാൻ അവകാശമുണ്ട്. അതായത് ഏതൊരു റിക്വസ്റ്റിലും ഒരു ഗ്യാരണ്ടി ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന ആശയം നിയമത്തിൽ പണ്ടേ ഉള്ളതാണ്. ശരി, 1905-ലെ സ്റ്റോക്ക് സർട്ടിഫിക്കറ്റിന്റെ ഈ കഥയൊക്കെ നമ്മൾ ഇന്നത്തെ കാലത്ത് എന്തിനറിയണം? കാരണം ഈ കേസിന്റെ കാതലായ ആ തത്വം അതിന്ന് നമ്മുടെ ഈ ഡിജിറ്റൽ യുഗത്തില് പണ്ടത്തേക്കാൾ 10 ഇരട്ടി പ്രസക്തമാണ്. ഇതിൽ നിന്നുള്ള ഏറ്റവും വലിയ പാഠം ഇതുതന്നെയാണ്. നിങ്ങൾ മറ്റൊരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആ ആവശ്യത്തിന്റെ സത്യസന്ധതയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. ഒരു ഉദാഹരണം പറയാം. നമ്മൾ നെറ്റ് ബാങ്കിംഗ് വഴി പണം അയക്കാൻ ബാങ്കിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നു. അതൊരു അഭ്യർത്ഥനയാണ്. ആ നിർദ്ദേശം നമ്മുടേത് തന്നെയാണെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇനി ഒരു ഫിഷിംഗ് ലിങ്കിൽ ക്ലിക്ക് ചെയ്തൊരു തട്ടിപ്പുകാരൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം മാറ്റാൻ ബാങ്കിനോട് അഭ്യർത്ഥിച്ചാലോ? അപ്പോ ആരാണ് ഉത്തരവാദി? കണ്ടില്ലേ, ഈ 100 വർഷം പഴയ നിയമം അവിടെയും പ്രസക്തമാവുന്നത്. ഒന്നാലോചിച്ചു നോക്കൂ, ഡീപ് ഫേക്കുകളുടെയും ഫിഷിംഗിന്റെയും AI തട്ടിപ്പുകളുടെയും ഈ കാലത്ത് ഈ തത്വം എത്രത്തോളം പ്രധാനമാണ്. ഒരു വ്യാജ ഇമെയിൽ അയച്ച് നിങ്ങളുടെ കമ്പനിയിലെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിനോട് പണം അയക്കാൻ ആവശ്യപ്പെട്ടാൽ ആരുത്തരവാദിയാകും? നിങ്ങളുടെ ശബ്ദം കോപ്പിയടിച്ചൊരു ഡീപ് ഫേക്ക് വീഡിയോ ഉണ്ടാക്കി ഒരു ബാങ്കിനെ കബളിപ്പിച്ചാൽ ആ നഷ്ടം ആര് സഹിക്കും? അഭ്യർത്ഥിക്കുന്നയാൾ ഉത്തരവാദിയെന്ന ഈ നൂറ്റാണ്ട് പഴക്കമുള്ള തത്വം ഒരുപക്ഷെ ഇന്നത്തെ നമ്മുടെ ഡിജിറ്റൽ ലോകത്തെ പല വലിയ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമ്മളെ സഹായിച്ചേക്കാം.